മാവേലിക്കര തട്ടാരമ്പലം VSM ആശുപത്രിയിൽ ഉദരസംബന്ധമായ ശസ്ത്രക്രിയയെ തുടർന്നാണ് യുവതി മരിച്ചത്. കുമാരപുരം എരിക്കാവ് ശശിനിവാസിൽ ധന്യ എന്ന 39-കാരിയാണ് തിങ്കളാഴ്ച ഉച്ചയോടെ മരിച്ചത്. സിസ്റ്റ് ശസ്ത്രക്രിയയെ തുടർന്നാണ് ധന്യ മരണമടഞ്ഞത്. സംഭവത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ചുകൊണ്ട് ബന്ധുക്കൾ ആശുപത്രിയിലെത്തി പ്രതിഷേധിച്ചു. പ്രതിഷേധം നേരിയ സംഘർഷത്തിലേക്കും എത്തി. ബന്ധുക്കൾ പോലീസിന് പരാതി നൽകുകയും ചെയ്തു. ബന്ധുക്കളുടെ പ്രതികരണം ഇങ്ങനെ: അപ്പം കീഹോൾ ചെയ്ത കൂട്ടത്തിൽ തന്നെ ഇവർ നമ്മളോട് ചോദിക്കാതെ തന്നെ അവർ ഓപ്പൺ സർജറി ചെയ്യുമായിരുന്നു. ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരു വെയിൻ കട്ട് ചെയ്ത് അങ്ങനെ ബ്ലീഡിങ് ഉണ്ടായി എന്നാണ് അവർ തന്നെ പറയുന്നത്. പോലീസിലെ മൊഴി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം FIR ഇട്ട് ഇൻക്വസ്റ്റ് നടപടികൾ കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൃത്യമായ മരണകാരണം നമുക്കറിയണം. ഡോക്ടറോട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് രാവിലെ ഈ വേദന 3 ദിവസമായിട്ട് മരുന്നുകൾ കൊടുത്തിട്ട് കുറയാത്തതിനാലാണ് രാവിലെ സർജറി ചെയ്തതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ചിട്ട് കീഹോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റിയിരുന്നതാണ്. അതിനുശേഷം അത് ഓപ്പൺ സർജറിയായി മാറി. ഓപ്പൺ സർജറി ചെയ്യുന്ന സമയത്ത് ഈ ഒരു രക്തക്കുഴൽ കട്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്, സർജറി ചെയ്ത ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഈ A2 പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ റെയർ ഗ്രൂപ്പുള്ള ബ്ലഡാണ്. നമ്മളിതിനകത്ത് മനസ്സിലാക്കുന്നത് ഈ ബ്ലഡിൻ്റെ ഒരു ആവശ്യകത ഇവർ മുൻകൂട്ടി നമ്മളെ അറിയിച്ചിട്ടില്ല. റെയർ ഗ്രൂപ്പാണ്. ഒരുപക്ഷെ പകരം ബ്ലഡ് ഇവിടുന്ന് മറ്റ് ഗ്രൂപ്പുകളാണെങ്കിൽ ഒരുപക്ഷെ ബ്ലഡ് ബാങ്കിൽ നിന്ന് എടുക്കാൻ കഴിയുമായിരുന്നു. ഇത് കഴിഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ ഡെത്ത് സംഭവിച്ചതിന് ശേഷം ബന്ധുക്കൾ കയറി കാണുമ്പോൾ ഡോക്ടറും നഴ്സുമാരൊക്കെ ഉൾപ്പെടെ ബ്ലഡിന് മുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നാണ്. ഇത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് കൃത്യമായി മരണകാരണം അറിഞ്ഞ് അതിന് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് നമ്മളിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇവിടെ പോലീസ് സ്റ്റേഷനിൽ നിലവിൽ ഇപ്പോഴേ ഈ മരിച്ച സ്ത്രീയുടെ അന്ത്യത്തിൽ മൊഴി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് നടപടികൾ കഴിഞ്ഞ ശേഷം വണ്ടാനത്ത് മോർച്ചറിലേക്ക് മാറ്റാനാണ് ആലോചിച്ചിരിക്കുന്നത്. ഇത്ര ഡോക്ടർ വന്ന് വിവരം പറയുന്നത്. ഡോക്ടർ വന്നപ്പം എന്നോട് പറഞ്ഞ് ഇന്നവരൊക്കെയാണ് ഞങ്ങളാകുന്നതിൻ്റെ പരമായി വീട്ടിൽ ഞരമ്പ് കട്ടായി, അപ്പം ബ്ലഡ് പോയി. അപ്പോൾ അവരതിൻ്റെ ബ്ലഡ് അത് ബ്ലഡ് നിർത്താൻ വേണ്ടി അവർ ഓപ്പൺ സർജറി ചെയ്തു. ഇത് നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. ബ്ലഡിൻ്റെ കോട്ടിങ് നിർത്താൻ വേണ്ടി അവർ ഓപ്പൺ സർജറി ചെയ്തു. എന്നിട്ടും നിൽക്കുന്നില്ല. പിന്നെ മരുന്ന് ചെയ്തുകൊണ്ടിരിക്കും, ബ്ലഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലഡ് അവർക്ക് ചേരാത്ത ബ്ലഡ് ഇവർ കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നാണ് ചികിത്സിച്ച ഡോക്ടർ പറയുന്നത്. ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയയ്ക്കിടെ രക്തസ്രാവമുണ്ടായപ്പോൾ ഓപ്പൺ സർജറി വേണ്ടിവന്നുവെന്നും ഇതിനുശേഷം മരണം സംഭവിക്കുകയായിരുന്നുവെന്നും പറഞ്ഞു. ഞങ്ങൾ ഇന്ന് രാവിലെ സർജറി ചെയ്ത പേഷ്യൻ്റ് ധന്യ ലാപ്രോസ്കോപ്പിക് ലെഫ്റ്റ് സൈഡ് ലാപ്രോസ്കോപ്പിക് സിസ്റ്റെക്ടമി, എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് വേദനയുള്ളത് കാരണം എൻഡോമെട്രിയോട്ടിക് സിസ്റ്റിനെ എടുക്കാൻ സിസ്റ്റെക്ടമി ചെയ്യാൻ വേണ്ടിയുള്ള സർജറിയായിരുന്നു. ലാപ്രോസ്കോപ്പി ചെയ്യുന്ന വഴിയിൽ കുറച്ച് ബ്ലീഡിങ് ഉണ്ടാവുകയും അത് കട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓപ്പൺ സർജറി ആക്കുകയും ചെയ്തു. ആ ബ്ലീഡിങ് എല്ലാം കണ്ടെയ്ൻ ചെയ്തു, സിസ്റ്റം റിമൂവ് ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പേഷ്യൻറ്റിന് ഓൺ ടേബിൾ കാർഡിയാക് അറസ്റ്റോ എന്താണ് മരണകാരണം എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടില്ല. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. കാർഡിയോപൾമണറി റിസസിറ്റേഷൻ, പിന്നെ ഡീഫൈബ്രിലേഷൻ, IV ഫ്ലൂയിഡ്സ്, ബ്ലഡ് പ്രോഡക്ട്സ് എല്ലാം കൊടുത്തു. പിന്നെ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ഗ്രൂപ്പും വളരെ റെയറായിട്ടുള്ള ഗ്രൂപ്പാണ് A2 പോസിറ്റീവ്. പ്രതിഷേധം ശക്തമായതോടെ ആശുപത്രിയിൽ MS അരുൺകുമാർ MLA ഉൾപ്പെടെ എത്തി. CDNet ന്യൂസ്, കായംകുളം.